മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായാണ് സഹോദരങ്ങളായ വത്സലയും സുഭദ്രയും രക്ഷപ്പെട്ടത്. എങ്കിലും ഒപ്പമുണ്ടായിരുന്നവർ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായതിന്റെ നടുക്കത്തിലാണ് അവർ. പ്രാണനം കൊണ്ട് ഓടുന്ന വഴിക്ക് കണ്ട നടുക്കുന്ന കാഴ്ചകളുടെ വിറയൽ ഇപ്പോഴും വാക്കുകളിലുണ്ട്. ഒരു നോക്ക് കാണാൻ പോലും കഴിയാത്ത വിധം സഹപ്രവർത്തകർ അഗ്നിഗോളമായി മാറിയതിന്റെ വിറങ്ങലിലാണ് രക്ഷപ്പെട്ട വേലായുധനും. എന്തോ ഒരു സംഭവം വന്ന് തലയ്ക്ക് വീണു, എന്താന്ന് കണ്ടില്ല. ഓടും കഷ്ണം പൊട്ടിയതാണോ വേറെ വല്ലതും വന്ന് വീണതാണോ എന്ന് അറിയില്ല. സാധനം ഒന്നും ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് നിന്നു. പെട്ടെന്ന് ഇപ്പോൾ കുറേ നേരം ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങനെ എനിക്കാൻ പറ്റില്ലേ. അപ്പോൾ അത് എനിക്ക് നിന്നത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് തോന്നണ്. അത് എങ്ങനെ തെറിച്ച് വീണതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അല്ലാണ്ട് ചേട്ടൻ അവിടേക്ക് വരില്ല, അത്രയ്ക്ക് വരാൻ പറ്റില്ലേന്. മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടവരാണ് സഹോദരങ്ങളായ വത്സലയും സുഭദ്രയും. ചിന്നിച്ചിതറിയ ശരീരഭാഗങ്ങൾക്കിടയിലൂടെയാണ് ഇരുവരും ജീവിതത്തിലേക്ക് ഓടിക്കയറിയത്. പതിവ് പോലെ ഇന്നലെയും ഒന്നിച്ചാണ് ജോലിക്ക് പോയത്. ഭാഗ്യം ഒന്നുകൊണ്ട് മാത്രം ബാക്കിയായി. രക്ഷപ്പെട്ടതിന്റെ ആശ്വാസമുണ്ടെങ്കിലും ഒന്നിച്ചൊരുമിച്ച് കുശലം പറഞ്ഞവരിൽ പലരും ഉയിരോടെയില്ലെന്ന യാഥാർത്ഥ്യം തീരാ നൊമ്പരമാണ്. ആശ്വാസം നമ്മൾ രക്ഷപ്പെട്ടു, പക്ഷെ നമ്മുടെ കൂടെ തൊട്ടടുത്തുള്ളവര് പോയിപ്പോ അവരൊക്കെ മരിച്ചു എന്ന് പറയുമ്പോൾ വിഷമുണ്ടാവില്ലേ? അതാരൊക്കെയാന്നും പറയാൻ പറ്റില്ലേ. രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ ഒട്ടുമില്ലാതെയാണ് വേലായുധൻ ഇറങ്ങിയോടിയത്. ഭാര്യ മരിച്ച വേലായുധന് കൂലിപ്പണിയാണ് തൊഴിൽ. പൂരമെടുത്താൽ പിന്നെ 4-5 മാസത്തോളം വെടിക്കെട്ടുപുരയിലാണ് ജോലി. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും പരിചയക്കാരാണ്. തൊട്ടുമുന്നിൽ തീയോടുകൂടി സ്ഫോടക ശബ്ദം കേട്ടതോടെയാണ് ദൂരേക്ക് പാഞ്ഞത്. അത്ര ദൂരത്ത് വന്നിട്ട് മറ്റേ വലിയ ഡേല വന്നിട്ട് ഞങ്ങളുടെ പിന്നിൽ വന്നിട്ട് പൊട്ടി. ഓടുക, നിങ്ങൾ ഓടുക. അപ്പൊ വന്ന് പൊട്ടി. പിന്നെ അവിടെ നിർത്തിന്നില്ല, അങ്ങോട്ട് ഓടി തന്നെ. സംസാരിക്കുന്നതിനിടയിൽ വാക്ക് പൂർത്തിയാക്കാൻ വേലായുധന് കഴിയുന്നില്ല. ആ ഞെട്ടൽ ഇപ്പോഴും മാറിയിട്ടില്ല. അല്ല, അവര് കഴിഞ്ഞല്ലോ അങ്ങനെ. അവർക്ക് തിരുവമ്പാടിയിലെ ആൾക്കാർ വരാറുണ്ട്, ഭക്ഷണമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കുക. അവര് കാലത്ത് വന്ന് വൈകുന്നേരം നമ്മളെ പോകുള്ളൂ. എല്ലാ വർഷവും അങ്ങനെ പരസ്പരം കാണുന്ന ആളുകൾ ഇനി ഇല്ല. എന്താ ചെയ്യാനേ. പ്രായാധിക്യം കൊണ്ടുതന്നെ അധികം ആയാസമില്ലാത്ത തിരുനിർമ്മാണമൊക്കെയാണ് ഇവരെല്ലാവരും ചെയ്തിരുന്നത്. നെഞ്ചു പൊള്ളിക്കുന്ന അണയാക്കനലായത് മാറുമെന്ന് ഒരിക്കലും കരുതിയിരിക്കില്ല. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.